താഴത്തേക്കും വരിയില്ലേ, തനിച്ച് ഞാനെന്നറിയില്ലേ, ആരുണ്ടെനിക്കൊരു തുണയേകാൻ, ആരുണ്ട് അവിടെ ഒരു ഉമ്മ തരാൻ. ഒരു ഗുൾബോൾ. ഗുൾബോൾ അല്ല മോനെ, ഫുട്ബോൾ. അത് മോൻ വലുതാകുമ്പോ വാങ്ങിത്തരാം. പോരെ? ഞാൻ പോയിട്ട് വരാം. എന്നെ മനസ്സിലായോ? ഇല്ല. ക്ഷമിക്കണം. ഞാൻ മോഹന്റെ അമ്മയാണ്. ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. കാണേണ്ട ഒരു കാര്യമൊക്കെ അടുത്തു വന്നതാണ്. അന്നത് നടന്നില്ല. പോട്ടെ. ഇപ്പൊ ഞാനിങ്ങോട്ട് വന്നത് മോനായിരിക്കും. അതെ. എന്താ പേര്? കണ്ണൻ. കൊള്ളാം, നല്ല പേര്. മോൻ അപ്പുറത്ത് പോയിരുന്ന് എഴുതുവോ? കണ്ണൻ മുറി പോയിരുന്ന് എഴുതിക്കൊള്ളൂ. ഇരിക്കാലോ. മോഹൻ പതിവായി ഇവിടെ വരാറുണ്ടെന്ന് കേട്ടു. ശരിയാണോ? അതെ. ആളുകൾ പലതും പറയുന്നുണ്ട്. ഞാനും അറിയുന്നുണ്ട്. പറയുന്നവർ പറയട്ടെ. അതങ്ങനെ തള്ളിക്കളഞ്ഞുകൂടെ കുട്ടി. ഞാനിതൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ പറയാൻ അവർക്ക് ന്യായങ്ങളുണ്ട്. ന്യായങ്ങളോ? അതെ. മോഹൻ കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കുട്ടിക്കും അതറിയാമല്ലോ. അറിയാം. എന്തുകൊണ്ടോ അത് നടന്നില്ല. ഭാഗ്യദോഷം എന്റേതായിരിക്കും. കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് പോട്ടെ. അന്ന് കല്യാണം നടക്കാഞ്ഞതിന്റെ പേരിൽ കുട്ടിയുടെ ഭർത്താവിനെ മോഹൻ കൊന്നുവെന്നാണ് അപവാദം. ഇല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും വിശ്വസിക്കുന്നില്ല കുട്ടി. പക്ഷേ കേസ് നിലവിലുണ്ട്. കൊന്നതാരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല. ഈ ചുറ്റുപാടിൽ മോഹൻ ഇവിടെ വരാൻ തുടങ്ങിയാൽ ആളുകൾ പറയുന്നത് സത്യമാണെന്നല്ലേ വരൂ. അത് കേസിനെ ബാധിക്കില്ലേ? കുട്ടിക്ക് എന്ത് തോന്നുന്നു? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. അവൻ ഇനി ഇവിടെ വരുമ്പോ ആട്ടി ഇറക്കണം. അയ്യോ, അങ്ങനെ പറയരുത്. എന്നെ സഹോദരിയായിട്ടാണ് കരുതുന്നത്. അവൻ കുട്ടിയെ സഹോദരിയായിട്ട് കരുതുന്നു. കുട്ടിക്ക് അങ്ങോട്ടോ? മോഹനേട്ടൻ എന്റെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരന്റെ പ്രാണൻ രക്ഷിക്കാനുള്ള ചുമതല സഹോദരിക്കുണ്ട്. ഇവിടെ വരുന്നത് കൊണ്ടുള്ള ആപത്ത് അവനാണ്. കുട്ടി അവനെ രക്ഷിക്കണം. മേലാൽ ഇവിടെ വരരുതെന്ന് പറയണം. പറയില്ലേ? പറയില്ലേ രാധികെ? പറയാം. മതി, വരട്ടെ. ഇപ്പൊ സംഗതി ക്ലിയറായില്ലേ? ഇല്ല. ഞാൻ ഒരുത്തിയെ ആശിച്ചു. അവളെ വേറൊരുത്തൻ കെട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൗകര്യം കാത്തിരുന്ന് കെട്ടിയവനെ തട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആശിച്ചെടുത്ത് വീണ്ടും അടുത്തു. അവൾക്ക് എതിർപ്പില്ല. ശ്രദ്ധിക്കണം, അവളും അടുത്തു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? മത്തായി ജ്യേഷ്ഠന് പിടികിട്ടിയോ? ഇല്ല. തന്റെ തലയിൽ എന്ത് പാടോ? തേയിലച്ചണ്ടിയാണോ? എടോ, കെട്ടിയവനെ തട്ടിയതിൽ രാധികയ്ക്കും പങ്കുണ്ട്. ശരിയല്ലേ സഹോദര? ഇവളാള് പാഷാണമാണല്ലോ ഉത്തമ. അത് പിന്നെ പതുക്കെ പറയണം. രാധയ്ക്ക് പങ്കില്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊന്നവന്റെ നിഴൽ ആ പഠിക്ക വീഴാൻ അവള് സമ്മതിക്കുമോ? സമ്മതിക്കുമോ ചേഷ്ട? അത് നേരാ. ആ, അങ്ങനെ പറ. കേസ് ഇനി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിയാൻ പോവുക. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടോ? മേരിക്കുട്ടിയെ, പുട്ടില്ലേ? പുട്ടേ പുറത്ത് സപ്ലൈ ഇല്ല, അകത്ത് വന്നാൽ തരാം. ഞാൻ പോയി ഒരു കുറ്റി പുട്ടടിച്ചേച്ചോന്ന് ബാക്കി പറയാം. എന്റെ ഭർത്താവിനെ കൊന്ന കേസിലെ പ്രതി പതിവായിട്ട് എന്നെ കാണാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നാൽ
എങ്കിൽ എനിക്കും നമ്മുടെ ആളുകൾ പറയില്ലേ? അതുകൊണ്ട് മേലെ താൻ ഇവിടെ വരരുത്. എന്റെ ശ്രീധരനെ കൊന്നാ പോരെ, ഇനി ഞങ്ങളെയും കൊല്ലണോ? ഇറങ്ങി പോകുമോ? നീ എന്താ പറഞ്ഞത്? ഞാനാണ് ശ്രീധരനെ കൊന്നതെന്ന് നിനക്ക് കോടതി പറയാമോ? ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ കുറ്റം സമ്മതിക്കാം. ജയിലിൽ പോവാം, തൂക്കിലേറാം. പറയോടി. എന്താ സംഭവിച്ചെന്ന് പറയൂ. മോഹനേട്ടന്റെ അമ്മയോട് വന്നിരുന്നു. എന്തിനു വന്നു? മോഹനേട്ടൻ ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളുകൾ അപവാദം പറയും. അത് കേസിന് ദോഷമായിട്ട് വരും. മോഹനേട്ടനെ ശിക്ഷിക്കും. അതുകൊണ്ട് അപ്പൊ ഞാനിവിടെ വരാതിരിക്കാൻ നീ ഒരു തന്ത്രം പ്രയോഗിച്ചാണല്ലേ? അതിന് നീ എന്നെ എത്ര തവണ താനെന്ന് വിളിച്ചു? രാധികേ, ഞാൻ ഇന്ന് ഈശ്വരനിൽ വിശ്വസിക്കുന്നു. തെറ്റിയാത്ത എന്നെ ശിക്ഷിക്കാനിടയില്ല. അഥവാ ശിക്ഷിക്കുന്നെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴായി ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കൂടിയുള്ള വലിയ ശിക്ഷയാണെന്ന് കരുതി ഞാൻ സമാധാനിക്കും. എന്നാലും ഞാനിവിടെ വരും. നിനക്കൊന്നും തടയാമോ? ഈ ജീവിതത്തിൽ എനിക്കതിന് കഴിയുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അത് മാത്രം എനിക്ക് കേട്ടാ മതി. ഞാൻ അവിടെ ചെന്നിരുന്നെന്ന് രാധിക നിന്നോട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അറിയോ അമ്മ എന്തിനാ അവിടെ പോയത്? അതിരിക്കട്ടെ, നീ എന്തിനാ അവിടെ പോകുന്നത്? ഞാൻ പോകുന്നത്... പറയടാ, നീ അവിടെ പോകുന്നത് കൊണ്ട് ആളുകൾ എന്തൊക്കെ അപവാദങ്ങൾ പറയുന്നെന്ന് നീ അറിയുന്നുണ്ടോ? എല്ലാം ഞാൻ അറിയുന്നുണ്ടമ്മേ. പോകുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. രാധികയെ എനിക്കിഷ്ടമാണ്, അത് തന്നെ കാര്യം. നിനക്ക് അത്രയേറെ ഇഷ്ടമാണെങ്കിൽ അവളെ അങ്ങ് വിവാഹം കഴിക്കടാ. എന്താ, ഒരിക്കൽ ആലോചിച്ചതല്ലേ? ഇപ്പൊ ഭർത്താവ് മരിച്ചു നിൽക്കുക. ആളുകളെ കൊണ്ടിങ്ങനെ അപവാദം പറയിപ്പിക്കുന്നതിനേക്കാൾ അതാണാ നല്ലത്. അമ്മാവാ, അമ്മാവാ. എന്താ മോഹൻ? എന്റെ അച്ഛൻ, അതായത് അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അമ്മയുടെ ഏക സഹോദരനായ അമ്മാവൻ ജീവിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് അമ്മാവനെ വിവാഹം ചെയ്യാൻ കഴിയോ? എന്താ, വിഷമം തോന്നിയോ? അമ്മാവനും അമ്മയും തമ്മിലുള്ള ബന്ധം തന്നെയാണമ്മേ ഞാനും രാധികയും തമ്മിൽ ഇപ്പോഴുള്ളത്. അവൾ എന്റെ സഹോദരിയാണ്. എന്നെ ഒരു തെമ്മാടിയായിട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനൊരു കൊലപാതകയാണെന്ന് എന്നെ പ്രസവിച്ച എന്റെ അമ്മ പോലും ഇന്നും വിശ്വസിക്കുന്നു. പക്ഷെ എന്നെ മനസ്സിലാക്കിയ ഒരാൾ ഈ ലോകത്തുണ്ട്. അതാണ് രാധിക. അവളെ കാണാൻ ഞാൻ പോവും. ആരെന്ത് പറഞ്ഞാലും ഞാൻ പോവും.